ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അറേബ്യൻ പോപ്പുലർ ഇഫ്താർ റെസിപ്പി ആയിട്ടുള്ള മർത്തബക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആട്ടോ പറയുന്നത്. ഇനി നമുക്ക് നോർമൽ വെള്ളം ഉപയോഗിച്ച് കൊണ്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുന്ന രീതിയിൽ വേണം കുഴച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം വേണം ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് 2 സവാള ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള നല്ല സോഫ്റ്റായി കിട്ടുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ബീഫ് കീമയാണ് ചേർക്കുന്നത്. ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നൊരു ബീഫ് കീമ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ ഇത് മിൻസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പാക്കറ്റ് അല്ലാതെ തന്നെ നമുക്ക് മിൻസ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫ് വേവിച്ചിട്ട് അതിന് ശേഷം ഒന്ന് മിൻസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ മാത്രം ഇത് വേവിക്കണ്ടുള്ളൂ. ഒത്തിരി വേവാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണം. അടുത്തതായിട്ട് അറബിക് സ്പൈസസോ അതല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂണ്, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതുകൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതായത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഇനി ഒരല്പം ഫില്ലിംഗ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഈ ഒരു കീമയിലേക്ക് നമുക്ക് 1 മുട്ട ഉടച്ചതും 1 തക്കാളിയും അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. പക്ഷേ ആ ഒരു വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് എടുത്തിട്ട് പറയുന്നത്. അതിന് പുറമെ നമുക്ക് പാഴ്സി ലീവ്സ് 1 പിടിയോളം പാഴ്സി ലീവ്സ് ചേർത്ത് കൊടുക്കണം. പാഴ്സി ലീവ്സ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടുന്നത് ഇത് ചേർക്കുമ്പോഴാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഡോ ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമ്മുടെ സർഫസിൽ ഒരല്പം ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. അതായത് ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ പരത്തുമ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ 4 മർത്തബക്കാണ് തയ്യാറാക്കുന്നത്. ഏകദേശം ഈ ഒരു അളവിലുള്ള ബൗളാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ അത്ര വലുപ്പമില്ലെങ്കിൽ കൂടി ഏകദേശം ആ ഒരു വലുപ്പത്തിലുള്ള ബൗളാണ് ഞാനിവിടെ എടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഉരുട്ടി കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 4 ബോൾസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു സെമി തിന്നായിട്ട്, അതായത് നല്ലോണം കനം കുറച്ച് പരത്തണ്ട, അതിനേക്കാളും കുറച്ചൊരു കട്ടിയോട് കൂടെ വേണം പരത്തി കൊടുക്കാനായിട്ട്. എന്നാൽ ഓവറായിട്ട് കട്ടി ഉണ്ടാവാനും പാടില്ല. ഒരേ ഭാഗം ഒരേ ലെവലായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമുക്കിതിനെ പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ടത്. സൈഡുകളിലൊന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്പൂണിൽ ഏകദേശം ഒരു 2 സ്പൂണ് നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും.
ഇനി നമുക്കിത് എങ്ങനെ മടക്കാൻ നോക്കുക. ആദ്യം ഏറ്റവും നീളമുള്ള ഭാഗം നോക്കിയിട്ട് ഇതുപോലെ നടുവിലേക്ക് മടക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം മറ്റേതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ട്. അതുപോലെ അരികുകളൊക്കെ ഇതുപോലെ മടക്കി കൊടുക്കുക. അതായത് ഫില്ലിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ആദ്യത്തേത് മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇതുപോലെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഫില്ലിങ് വെക്കുക എന്നുള്ളത്. ആദ്യം നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. സ്ക്വയർ ടൈപ്പിൽ കിട്ടുന്ന രീതിയിൽ പരത്തി കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി നീളമുള്ള ഭാഗം നോക്കിയിട്ട് ആദ്യം മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മറ്റേ ഭാഗം മടക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ട് സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇതേപോലെ വേണം നിങ്ങൾ എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം. അപ്പോൾ ഫ്രൈ പാൻ ചൂടാക്കി എടുക്കുക. വേണമെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ പുരട്ടി കൊടുത്താൽ മതി. നല്ല നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ തീരെ പുരട്ടി കൊടുക്കാതെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ലോണം ചൂടുണ്ടാകാൻ പാടില്ല. ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ ലോ ആക്കി കൊടുക്കുക. അപ്പോഴാണ് നന്നായിട്ട് നമുക്കിതിന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭാഗത്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഒത്തിരി മൊരിഞ്ഞു പോകരുത്. ഇതേപോലെ പാകത്തിനേ പാടുള്ളൂ. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അതായത് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ആയി കിട്ടണം. ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി മൊരിഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ മറ്റേ സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ 4 അരികുകളും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് ആ 4 അരികുകളും നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടുള്ളൂ. അതായത് ഇത് വെന്തിട്ടുണ്ടാവും, എന്നാലും ആ ഒരു പച്ച കളർ മാറി കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ 4 അരികുകളൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ചട്ടം കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ച് ഇതേപോലെ പിടിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഈസി ആയിട്ട് നമുക്ക് 4 അരികുകളൊന്ന് വേവിച്ചെടുക്കാനായി പറ്റും. അങ്ങനെ നമ്മുടെ മർത്തബക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 മർത്തബക്ക് കൂടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ കാണാൻ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഫില്ലിംഗ് കൊണ്ട് ഞാൻ കബാബ് കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതാരും കഴിക്കാതെ പോവരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നമുക്ക്. മൈ കിച്ചൻ ഷിഫാസിൽ. സ്റ്റേ ട്യൂൺ ഓൾവേസ്, സ്റ്റേ സേഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.